എൻ്റെ പേര് ഗോപാലൻ പി. ഞാൻ 30 വർഷത്തോളമായി സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളിയാണ്. അതിനോടൊപ്പം തന്നെ പല പല ബാങ്കുകളിലായി അപ്രൈസർ ജോലി ചെയ്തു വരുന്നു. വേൾഡ് സ്കിൽ കരിയർ ഡെവലപ്മെൻറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ സ്വർണം എങ്ങനെ വേർതിരിക്കാം, മറ്റുള്ള ലോഹങ്ങളെ എങ്ങനെ വേർതിരിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ 3 കളറുള്ള ലോഹങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് സ്വർണത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾക്കും ഏതാണ് ഇതിലത്തെ സ്വർണം എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുന്നതല്ല. അപ്രൈസർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസ്ക് പിടിച്ച ഒരു സംഭവമാണ്. അതിനൊരു അപ്രൈസറുടെ ഒരു കോഴ്സ് തന്നെ നമുക്ക് ചെയ്താലാണ് ഈ സർട്ടിഫിക്കറ്റ് ശരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിലത്തെ ഒരു ലോഹം ഞാൻ എടുത്തിട്ട് ഉരയ്ക്കാൻ പോവുകയാണ്. ഒരു വള, ഇതൊരു വലിയ ആളുടെ വളയാണ്. ഇത് ഉരച്ചാൽ എന്താ കാണാമെന്ന് നമുക്ക് നോക്കാം. ഇത് ഉരക്കല്ല്, സ്വർണ്ണാഭരണം നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള ഒരു കല്ലാണ്, ഒരു പ്രത്യേക തരം കല്ലാണ് ഇത്. ഇതിൽ ഉരച്ചിട്ടാണ് നമ്മൾ ഈ സ്വർണം ഏതാണ്, സ്വർണ്ണമല്ലാത്ത ഏതാണ് എന്നൊക്കെ നമ്മൾ വേർതിരിച്ച് അറിയുന്നത്. അപ്പോൾ ഒരു വലിയ ആളുടെ വളയാണ് ഞാൻ ഉരയ്ക്കാൻ പോകുന്നത്. ഈ ഉര തന്നെ നോക്കിയാൽ നമുക്കറിയാം ഇതിൽ സ്വർണത്തിന്റെ അംശം ഇല്ല. കണ്ടാൽ സ്വർണത്തിന്റെ അതേമായിട്ടുള്ള വളയാണ്. ഇത് നമുക്ക് വേർതിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഇത് സ്വർണമല്ല എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അത് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ട ഒരു ആസിഡാണ് നൈട്രിക് ആസിഡ്. അത് നമ്മൾ ഭദ്രമായിട്ട് നമ്മുടെ പണിശാലയുടെ ബാക്കിൽ വെച്ചിരിക്കുകയാണ്. അത് കയ്യിലൊന്നും ആവാതെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ സ്വർണമല്ലാത്ത ഈ വള ഉരച്ച അംശം കംപ്ലീറ്റ് ഇല്ലാതായിട്ട് മാറുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത ഒരു മോതിരമാണ് ഞാൻ ഉരയ്ക്കാൻ പോകുന്നത്. സ്വർണ്ണ കളറുള്ള വള ഉരച്ചതും നമ്മുടെ സ്വർണ്ണ മോതിരം ഉരച്ചിട്ടുള്ള കളറ് നോക്കിയാൽ തന്നെ നമുക്ക് അത് അറിയപ്പെടുന്നതാണ്. സ്വർണ്ണ മോതിരം ഉരച്ചുള്ള കളറ് നല്ല തിളങ്ങി നിൽക്കുന്നു. ഇതിൽ നൈട്രിക് ആസിഡ് വെച്ചാലും ഇത് പോകുന്നില്ല, ഇത് അതേമാതിരി നിൽക്കുന്നു. അടുത്തൊരു ലോഹം ഒരു ചെറിയൊരു കുട്ടിയോളയാണ്. അത് ഞാൻ ഉരച്ച് കാണിച്ചു തരാം. ആ വള വരച്ചപ്പോൾ മൂന്ന് കളറുള്ള ഒരയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ കുട്ടിയുടെ വള എന്ന് പറയുന്നത് സ്വർണത്തിന്റെ കളർ മാത്രമേ ഉള്ളൂ, പക്ഷെ ഇത് പിച്ചളയാണ്. അതാണ് ഇതിന്റെ വ്യത്യാസം. ഇത് നമ്മൾ നൈട്രിക് ആസിഡ് വെച്ച് കഴിഞ്ഞാൽ ഈ പിച്ചള പോഞ്ഞു പോകുന്നു. ആദ്യം ഉരച്ച ഈ വലിയ വള പോഞ്ഞു പോകുന്നു. നടുവിൽ ഉരച്ച നമ്മളെ സ്വർണത്തിന്റെ മോതിരം മാത്രം അത് അതേമാതിരി നിൽക്കുന്നു. അങ്ങനെയാണ് ഇത് സ്വർണം എങ്ങനെയാണ് വേർതിരിച്ചിട്ട് അറിയാൻ പറ്റുക എന്നാണ് നമ്മൾ ചെയ്യണം. പിന്നെ ഈ സ്വർണ്ണാഭരണ അപ്രൈസർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസ്ക് പിടിച്ച ഒരു ജോലിയാണ്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ബോണ്ട് കൊടുക്കണം. നമ്മൾ സ്വർണം വളരെ ഈ വക ആസിഡ് കല്ലുകൾ ഇതൊക്കെ നമ്മൾ ബാങ്കിൽ പോയി നമ്മുടെ കൈവശം എപ്പോഴും ഉണ്ടാവണം. പല പല മെറ്റലായിട്ടുള്ള ആഭരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്വർണം ഏതാണെന്ന് തിരിച്ചറിയാൻ തന്നെ സാധിക്കില്ല. മറ്റുള്ള ലോഹങ്ങൾ അതിനേക്കാൾ ഫിനിഷിംഗ് ആയിട്ട് വരുന്നു. 916 സീൽ വെച്ചിട്ട് കൃത്രിമമായിട്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നല്ല റിസ്ക്കാണ് ഈ കാലഘട്ടത്തിൽ. നമുക്ക് സ്വർണ്ണത്തിന് അത്രയും വില കൂടിയ ഈ സമയത്ത് ഗ്യാരണ്ടി ആഭരണങ്ങൾ നല്ലപോലെ വിപണിയിൽ ഇറങ്ങി വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. അപ്പോൾ നമ്മൾ അപ്രൈസർ ജോലി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള സ്കിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഇതിനാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. സ്വർണ്ണാഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല മെറ്റലുകളും കളറുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് സ്വർണം എന്തെന്ന് വെച്ചാൽ നമുക്ക് വേർതിരിച്ച അറിയാനുള്ള ഒരു പാരമ്പര്യം. ഇപ്പോൾ ഞാൻ 30 വർഷമായി ജോലി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വർണം ഏതാണെന്നത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ഇത് കയ്യിലെടുത്താൽ അതിൻ്റെ കളറ് അത് വേറെ തന്നെയാണ്. ഇത് കയ്യിലെടുത്താൽ അതിൻ്റെ കളർ വേറെയാണ്. പിന്നെ സ്വർണത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സ്വർണത്തിന് വെയിറ്റ് കൂടും. ഇത് നമ്മുടെ കയ്യിലിട്ടാൽ തന്നെ നമുക്കറിയാം വെയിറ്റ് കൂടും സ്വർണത്തിന്. മറ്റുള്ള പിച്ചളകൾ, ചെമ്പ് ഇതിനൊക്കെ ഒന്നും വെയിറ്റ് ഉണ്ടാവില്ല. പിന്നെ അതിന്റെ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും.
ഒരു സ്വർണത്തിൽ ഒരു പിച്ചള വള താഴത്തിട്ടാൽ അതിന്റെ ഒരു സൗണ്ടും ഒരു സ്വർണ്ണ മോതിരം താഴത്തിട്ടാൽ അതിന്റെ ഒരു സൗണ്ടും വേറെ നമുക്ക് അറിയാൻ സാധിക്കും. അത് പാരമ്പര്യം ഉള്ള ആളുകൾക്ക്